ഞങ്ങളിത് പുറത്ത് വന്ന അന്ന് വൈകുന്നേരം തന്നെ ആ ചെറുപ്പക്കാരൻ അയാളുടെ മൊബൈലും കൊണ്ട് വന്നതാണ്, പോലീസിൻ്റെ മുമ്പിൽ ഹാജരായതാണ്. അയാൾ എല്ലാ ഗാഡ്ജറ്റ്സും പോലീസിൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്തിട്ട് അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കെതിരെ കേസെടുക്കണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് ആ ചെറുപ്പക്കാരൻ. അന്ന് UDF-ൻ്റെ നേതൃത്വം ഇവിടെ പത്രസമ്മേളനം നടത്തിയതാണ്. ഞാൻ പാലക്കാട് വോട്ട് ചെയ്ത് അവിടെ നിന്നും ഇവിടെ തിരിച്ചു വന്ന ശേഷം ഇവിടെ നടത്തിയ പത്രസമ്മേളനത്തിൽ ഞാൻ കൃത്യമായി പറഞ്ഞതാണ് ഇത് വ്യാജമാണെന്ന്. അതൊക്കെ അറിഞ്ഞിട്ടും ആ പ്രയോഗം ഉള്ളതാണെന്ന് വരുത്തി തീർത്ത് ഒരു മതത്തിൻ്റെ പേരിൽ ഞങ്ങളെയൊക്കെ കള്ളികൾക്കുള്ളിലാക്കി ഈ നാടിനെ ഭിന്നിപ്പിക്കാൻ നടത്തിയ ഹീന ശ്രമം വ്യാജമായിരുന്നു എന്നുള്ളത് പോലീസ് തന്നെ കോടതിയിൽ റിപ്പോർട്ട് ചെയ്തതിൽ സമാധാനമുണ്ട്. ആ വാളിൻ്റെ സൃഷ്ടി ആരായിരുന്നു? ആ വ്യാജ വെട്ടിൻ്റെ ഉറവിടം എവിടെ നിന്നായിരുന്നു? ആ ഉറവിടം CPM തന്നെയായിരുന്നു എന്നുള്ളതിൽ ഇനിയൊരു സംശയം ആർക്കും ബാക്കിയുണ്ടാവില്ല. പോലീസിൻ്റെ ഉത്തരവാദിത്വം ഇതോടുകൂടി തീരുന്നില്ല. പോലീസ് ഇപ്പോഴും കള്ളക്കളി തുടരുക. ഫേസ്ബുക്കിൻ്റെ നോഡൽ ഓഫീസർക്കെതിരെ ഞങ്ങൾ കേസെടുക്കുന്നു എന്നുള്ളത്, ആ ആവേശം എന്താ? ഇത് കള്ളത്തരമാണെന്ന് അറിഞ്ഞിട്ടും പ്രചരിപ്പിച്ച ആളുകൾക്കെതിരെ കേസെടുക്കാത്ത എന്താ? പിന്നെ ഫേസ്ബുക്ക് കനിഞ്ഞാലേ ഇതിൽ തുടർ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നുള്ള പോലീസിൻ്റെ സമീപനം അത് സാങ്കേതികത്വത്തിലുള്ള അമിതമായ വിശ്വാസം കൊണ്ടല്ല. പ്രതികൾ ആരാണെന്ന് പോലീസിനും CPM-നും അറിയാവുന്നത് കൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ നടത്തുന്ന അവസാന ശ്രമമാണത്. ആ ഫേസ്ബുക്ക് അഡ്മിന്മാരെ വിളിച്ച് ചോദിച്ചാൽ അറിയില്ല ഇത് എവിടുന്ന് ആ സാധനം കിട്ടിയെന്നുള്ളത്. അല്ലെങ്കിൽ ഇവർ ഫോൺ പരിശോധിച്ചു എന്ന് പറയുന്ന KK ലതിക ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിച്ചാൽ അവരിൽ നിന്ന് മനസ്സിലാക്കിക്കൂടെ ഇത് എവിടുന്നാ കിട്ടിയതെന്ന്. ആവശ്യമുള്ളപ്പോൾ തലോടി വെള്ളമൊഴിച്ച് വളർത്തി വലുതാക്കുക. തിരിച്ചടി നേരിടുമ്പോൾ ബന്ധവും അഡ്മിനും അറിയില്ല എന്ന് പറയുക. ആ ഇരട്ടത്താപ്പ് നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയും. ഞാൻ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു, ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ ഈ നാടിൻ്റെ ഐക്യത്തെ സംബന്ധിച്ചും മതേതരത്വത്തെ സംബന്ധിച്ചൊക്കെ പറയുന്ന വാക്കുകളിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ വൃത്തികേട് വടകരയിലെ ജനങ്ങളോടും കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലും ചെയ്ത ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള കർശനമായ നിർദ്ദേശം കേരളത്തിലെ പോലീസിന്, ഈ പ്രദേശത്തിൻ്റെ പോലീസിന് കൊടുക്കാൻ തയ്യാറാവണം. അവിടെ പാർട്ടിക്കുണ്ടാവുന്ന ക്ഷീണം ആലോചിച്ചിട്ട് ഇവരെയൊക്കെ ഒളിപ്പിച്ചാൽ അവർ നാളെ ഈ നാടിനോട് ഇതിലും വലിയ ക്രൂരത ചെയ്യുമെന്ന് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി തിരിച്ചറിയണം.